ലോകം കീഴടക്കിയ ഹെലൻ കെല്ലറുടെ കഥ A+ ഇൻ ലൈഫ്. ജിൻഡോ മാത്യു. അവതാരിക. ഹെലൻ കെല്ലറിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ ധാരാളം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും തികച്ചും വ്യത്യസ്തവും നവീനവുമായ ഒരു വായനാനുഭവം ഈ ഗ്രന്ഥം നൽകാതിരിക്കില്ല. പരാജിതർക്കും പരാജയത്തെ ഭയപ്പെടുന്നവർക്കും പ്രതികൂലങ്ങളുടെ മുന്നിൽ പതറിപ്പോകുന്നവർക്കും പ്രത്യാശയും ആവേശവും പകരുന്ന A+ ഇൻ ലൈഫ് സന്തോഷത്തോടെ എല്ലാ വായനക്കാർക്കുമായി സമർപ്പിക്കുന്നു. ബെന്നി പുന്നത്തറ, സോഫിയ ബുക്സ്. വീഴുന്നതിനെ നമുക്ക് പരാജയമെന്ന് വിളിക്കാനാവില്ല. എല്ലാവരും വീഴും. വീണാണ് നാം നടക്കാൻ പഠിക്കേണ്ടത്. കൊച്ചുകുട്ടികൾ വീഴുമ്പോൾ നാം സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവരങ്ങനെ വീണ് നന്നായിട്ട് നടക്കാൻ പഠിക്കുന്ന നല്ല മനുഷ്യരായി മാറുന്നു, ആരോഗ്യമുള്ളവരായി മാറുന്നു. അപ്പോൾ വീഴുന്നത് പരാജയമല്ല, പക്ഷേ അവിടെ ഒന്നും എഴുന്നേൽക്കാതിരിക്കുന്നതാണ് പരാജയം. ഒരു ചെളിയിൽ തന്നെ പുരണ്ട് കിടക്കുക. നമ്മുടെ ജീവിതത്തിൽ പലരും ചെയ്യുന്നത് അതാണ്. താങ്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന ഭാവത്തിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു പ്രകൃതം ബഹുഭൂരിപക്ഷം മനുഷ്യർക്കുമുണ്ട്. പക്ഷേ ചിലർ തങ്ങളുടെ കുറവുകളെ അതിജീവിക്കും. ആ കുറവുകളെ അതിജീവിക്കുക മാത്രമല്ല, ആ കുറവുകളുള്ളവർക്ക്, തന്നെപ്പോലെ കുറവുകളുള്ളവർക്ക് സാന്ത്വനവുമായി സഹായവുമായി അവരെത്തിച്ചേരുകയും ചെയ്യും. ജീവിതത്തിൽ കുറവുകളില്ലാത്ത ആരാണുള്ളത്? എല്ലാവരും കുറവുകളുള്ളവരാണ്. ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തവരാരും തന്നെയില്ല. അപ്പോൾ ജീവിതമെന്ന് പറഞ്ഞാൽ പ്രശ്നരഹിതമല്ല, പ്രശ്നപൂർണമാണ്. ആ പ്രശ്നങ്ങളെ വേണ്ട വിധം പ്രതിരോധിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ട് ജീവിത വിജയം നേടുക എന്നുള്ളത് അല്പം പ്രയാസമുള്ളതാണെങ്കിലും സാധ്യമായ കാര്യമാണ്. ബെഥനി ഹാമിൽട്ടൺ പറയുന്നു, എളുപ്പമുള്ളതൊന്നും എനിക്ക് വേണ്ട, സാധ്യമായത് നിങ്ങൾ എനിക്ക് തരിക. എളുപ്പമുള്ളതൊന്നും എനിക്ക് വേണ്ട, സാധ്യമായത് നിങ്ങൾ എനിക്ക് തരിക. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നാം വീണുപോകും. ഞാനത് പറയാൻ കാരണം, ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകത്തിലെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതം ഒരുപാട് പ്രതിസന്ധികളെ, തടസ്സങ്ങളെ, ബലഹീനതകളെ, കുറവുകളെ ഒക്കെ അതിജീവിച്ചു വന്നതാണ്. വ്യക്തി മറ്റാരുമല്ല, ലോകപ്രശസ്തയായ എഴുത്തുകാരി ഹെലൻ കെല്ലറാണ്. ഹെലൻ കെല്ലറുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്ന A+ ഇൻ ലൈഫ് എന്ന് പറയുന്ന ഈ പുസ്തകം ജിൻഡോ മാത്യു എഴുതിയ ഈ പുസ്തകം വായനക്കാർക്ക് സുഖകരമായ ഒരു അനുഭവമാണ്. അധ്യായം 1. നിശബ്ദതയുടെയും അന്ധകാരത്തിൻ്റെയും ലോകത്തിലേക്ക്. A+ ഇൻ ലൈഫ് എന്ന പുസ്തകം ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. ഒരു നിമിഷം കാതുകൾ രണ്ടും കൈകൊണ്ട് അടച്ചു പിടിക്കുക, കണ്ണുകൾ ഇറുക്കി അടയ്ക്കുക. ഇത്തിരി സമയം കൂട്ടുകാർക്ക് അങ്ങനെ ഇരിക്കാമോ? അല്പം കഴിഞ്ഞപ്പോൾ തന്നെ മടുത്തുപോയല്ലേ? ഹെലൻ കെല്ലറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 88 വർഷങ്ങൾ കണ്ണു കാണാതെ കാതു കേൾക്കാതെ ജീവിച്ച വ്യക്തിയാണ് ഹെലൻ കെല്ലർ. പക്ഷെ അവൾ തളർന്നു പോയില്ല. തൊട്ടുനോക്കി അവളെല്ലാം മനസ്സിലാക്കി. ലോകത്തിലെ 39 രാജ്യങ്ങളിലൂടെ ഹെലൻ സഞ്ചരിച്ചു. 12 പുസ്തകങ്ങളും ധാരാളം ലേഖനങ്ങളും എഴുതി. അത്ഭുതകരമായ ആ ജീവിതകഥ നമുക്ക് കേൾക്കാം. കണ്ണും കാതുമില്ലാതെ 88 വർഷക്കാലം ജീവിച്ചു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശബ്ദമായി, ഏറ്റവും വലിയ ശക്തിയായി ഒരു കാലത്ത് അമേരിക്ക കണ്ടത് ഹെലൻ കെല്ലറുടെ ജീവിതമായിരുന്നു. 1880 അമേരിക്കയിലെ അലബാമയിലാണ് ഹെലൻ ജനിക്കുന്നത്. നല്ല ഉന്മേഷമുള്ള സുന്ദരിയായ ഒരു കുട്ടിയായിരുന്നു അവൾ.
നിർഭാഗ്യമെന്ന് പറയട്ടെ, അവളുടെ ജീവിതത്തിലേക്കൊരു ദുരന്തം വന്നു കയറുകയാണ്. പെട്ടെന്ന് അവൾക്കൊരു പനി ഉണ്ടാകുന്നു. അവൾ മരണാവസ്ഥയിലാവുന്നു. ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി ഇവളെ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് അവളെ പരിശോധിച്ച ഡോക്ടർമാർ പോലും വിശ്വസിച്ചില്ല. എങ്കിലും അത്ഭുതകരമായി അവൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷെ കടന്നു വന്നപ്പോൾ എന്നേക്കുമായി അവൾക്ക് കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതാവുകയാണ്. കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതെ ഒരു ലോകത്ത് ജീവിക്കുക, ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒന്നിനെയും തിരിച്ചറിയാൻ കഴിയാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ജീവിത ദുരന്തം എന്തായിരിക്കും? അത്തരത്തിൽ ഒരു ദുരന്ത ജീവിതമാണ് ഹെലനും കിട്ടിയത്. ഹെലൻ്റെ മാതാപിതാക്കൾ ആകെ വിഷമിച്ചു. വിഷമിക്കുന്നതിന് കാരണം ഇങ്ങനെയുള്ള മകളെ ജീവിതകാലം മുഴുവൻ നോക്കണം. അവരുടെ കാലശേഷം എന്താണ് ചെയ്യുക? അപ്പോൾ ആ വേദനയുമായി അവർ പല ഡോക്ടർമാരെയും സമീപിക്കുകയാണ്. ഒരു ഡോക്ടറെ കാണിച്ചു, കണ്ണു പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി ഇവൾക്ക് ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടില്ല. കേൾവി പരിശോധിക്കാനായി എത്തുന്നത് മഹാനായ ഒരു ഡോക്ടറുടെ അടുത്താണ്. പേര് ഗ്രഹാം ബെൽ. നമ്മൾ കേട്ടിരിക്കും, ടെലിഫോൺ കണ്ടുപിടിച്ച മഹാനായ മനുഷ്യൻ. അദ്ദേഹം വളരെ സമയമെടുത്തവളുടെ കേൾവിശക്തി പരിശോധിച്ചു. അദ്ദേഹം വിധി എഴുതി, ഇവൾക്ക് ഇനി ഒരിക്കലും കേൾക്കാനാവില്ല. എന്നാൽ ഗ്രഹാം ബെല്ലിന് ആ കുട്ടിയോട് വല്ലാത്ത താല്പര്യം തോന്നി. അവൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രത്യാശയുള്ളൊരു ജീവിതം കിട്ടണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം അംഗവൈകല്യമുള്ളവരും ബധിരരും മൂകരുമായിട്ടുള്ള ആളുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പെർക്കിൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ മേധാവിയെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മൈക്കിൾ അനഗ്നോസിസ് എന്നാണ്. അദ്ദേഹത്തോട് ഗ്രഹാം ബെൽ പറയുകയാണ്, ഈ കുട്ടിക്ക് ഒരു ടീച്ചറെ വേണം. അങ്ങനെ ഗ്രഹാം ബെല്ലിൻ്റെ അഭ്യർത്ഥന പ്രകാരം മൈക്കിൾ ഒരു ടീച്ചറെ അവൾക്ക് നൽകുകയാണ്. 49 വർഷക്കാലം അവളോടൊപ്പം ജീവിച്ച് അവളുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കി അത് പരിഹരിക്കാൻ നിരന്തരമായി പരിശ്രമിച്ച ഒരു ടീച്ചർ. ഒരുപക്ഷെ ഹെലനോളം പ്രാധാന്യം ആ ടീച്ചർക്കുണ്ട്. ആ ടീച്ചറുടെ പേര് ആനി സള്ളിവൻ എന്നാണ്. ആനി സള്ളിവൻ ഒരു ബിരുദധാരിയാണ്. അവൾക്കും കാഴ്ചശക്തി ഇല്ലായിരുന്നു. പെട്ടെന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവളാണ്. എന്നാൽ ചികിത്സയുടെ പിൽക്കാലത്ത് കുറച്ച് വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു. അവൾക്കൊരു ടീച്ചറുണ്ടായിരുന്നു, ലാറ ബിഡ്ജ്മാൻ. ആനി സള്ളിവൻ ഹെലൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വന്നിരിക്കുന്നത് ആരാണെന്നൊന്നും ഹെലൻ അറിയില്ല. ഹെലൻ വലിയ ശാഠ്യക്കാരിയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടിയാണ്. അത് സ്വാഭാവികമാണല്ലോ. കാണാനും കേൾക്കാനും പറ്റാത്തൊരു കുട്ടിക്ക് ദേഷ്യമുണ്ടാവുക സ്വാഭാവികമാണ്. ഇവളെല്ലാം വലിച്ചെറിയുന്ന പ്രകൃതക്കാരിയായിരുന്നു. ആരെങ്കിലും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ അവർ എല്ലാ പാത്രങ്ങളിലും കൈയിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നു. ആനി ചെന്ന ദിവസവും അവളിങ്ങനെ പലരുടെ പാത്രത്തിൽ കൈയിട്ട് ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് ആനി വിലക്കി. അവൾക്കൊരു പാത്രത്തിൽ ആഹാരം കൊടുത്തു. പക്ഷേ കുഞ്ഞു ഹെലൻ ചെയ്തത് ഈ പാത്രം വലിച്ചെറിയുകയാണ്. ടീച്ചർക്ക് അരിശം വന്നു, ശകാരിച്ചു. ആര് കേൾക്കാൻ? ഒടുവിൽ ആ പാത്രം അവളെ കൊണ്ട് തന്നെ എടുപ്പിച്ച് വലിയൊരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയോടുകൂടിയാണ് ആനി അന്ന് ഉറങ്ങാൻ പോയത്. ആനിയുടെ വരവോടുകൂടി ഹെലൻ്റെ ജീവിതത്തിൽ അല്പം മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെലനൊരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു, മർത്ത. മർത്തയോടൊപ്പം അവൾ പൂന്തോട്ടത്തിൽ പോകും. പൂക്കളുടെ മണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണത്തിൽ നിന്നാണ് അവൾ പൂക്കളെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരിക്കെ 1887 ഒരു ക്രിസ്മസ് ദിനം അവളുടെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷത്തിൻ്റെ ദിവസമായി മാറുകയാണ്. ഇതിനു മുമ്പ് ആനി സള്ളിവൻ അവളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, വാക്കുകൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ദിവസം അവളുടെ കയ്യിലൊരു കപ്പ് കൊടുത്ത് അതിലേക്ക് അല്പം ചായ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് അവളോട് കുടിക്കാൻ പറയുക.
എന്നിട്ട് കൈവെള്ളയിൽ കപ്പ് വെച്ചു കൊടുത്ത് കൈവെള്ളയിൽ എഴുതി കപ്പ് എന്നെഴുതി. പാലിന് മിൽക്കെന്ന് എഴുതി. അങ്ങനെ എഴുതിയിട്ട് അവളോട് അത് കുടിക്കാൻ പറയും. പക്ഷേ ആ വാക്കുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനോ ആനി സള്ളിവൻ തന്നെ പഠിപ്പിക്കുന്നതാണെന്ന് അവൾ മനസ്സിലാക്കുവാനോ കുഞ്ഞു ഹെലന് കഴിഞ്ഞില്ല. എന്നാൽ പെട്ടെന്ന് ആനി അവളെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കപ്പ് അവളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് കപ്പെന്ന് എഴുതി. അതിലേക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം കപ്പ് നിറഞ്ഞ് ഒഴുകി. വല്ലാത്ത ഒരു അനുഭൂതി ഹെലനുണ്ടാകുന്നു. അപ്പോൾ ആ കയ്യിൽ എഴുതി കൊടുത്തു വാട്ടർ. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഹെലൻ പഠിച്ച ആദ്യത്തെ വാക്ക് വാട്ടറാണ്. താൻ ആരാണെന്ന് ഹെലൻ അറിയില്ലല്ലോ. അതുകൊണ്ട് താൻ ആരാണെന്ന് അവളെ മനസ്സിലാക്കാൻ വേണ്ടി അവൾ ടീച്ചർ എന്ന് അവളുടെ കൈകളിലേക്ക് എഴുതി കൊടുത്തു. അങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകളോട് മുന്നേറുമ്പോഴാണ് ക്രിസ്മസ് ദിനം വരുന്നത്. ഈ ക്രിസ്മസ് ദിനത്തിൽ സാന്റാക്ലോസ് അവൾക്ക് സമ്മാനങ്ങളുമായിട്ട് വന്നു. സാന്റാക്ലോസ് എല്ലാ കുട്ടികൾക്കും ഓരോ സമ്മാനമാണ് കൊടുത്തതെങ്കിൽ ഹെലൻ കെല്ലർക്ക് 2 സമ്മാനങ്ങൾ കൊടുത്തു. അപ്പോൾ ഹെലൻ സംശയമായി. സാന്റാക്ലോസ് തെറ്റി തനിക്ക് 2 സമ്മാനം തന്നതാണോ, ഒരു സമ്മാനം വാങ്ങിക്കാൻ തിരിച്ചു വരുമോ എന്ന് അവൾ ആകുലപ്പെടുകയാണ്. ആനി സള്ളിവൻ അവളുടെ കയ്യിൽ എഴുതി കൊടുത്തു, വരില്ല, അദ്ദേഹം അത് നിനക്ക് സന്തോഷപൂർവ്വം നൽകിയതാണ്. അപ്പോൾ മറ്റ് കുട്ടികളുടെ ഗിഫ്റ്റുകളൊക്കെ പരിശോധിക്കണമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ഒരു കുട്ടിയുടെ ഗിഫ്റ്റ് പരിശോധിച്ചപ്പോൾ അതൊരു ചെറിയ ഗിഫ്റ്റായിരുന്നു. അത് ആ കുട്ടി വളരെ ദുഃഖിതയായിരുന്നു. ഇത് കണ്ട ഹെലൻ തൻ്റെ കയ്യിലിരുന്ന ഒരു സമ്മാനം കൂടി അവൾക്ക് കൊടുത്തു. അപ്പോൾ ടീച്ചർ അവളുടെ കയ്യിൽ എഴുതി സ്നേഹം. അങ്ങനെ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. പെർക്കിൻസ് സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ പഠിക്കുകയാണ് ഹെലൻ. വീട്ടിൽ നിന്ന് മാറി 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഔട്ട് ഹൗസിലാണ് താമസം. വലിയ തടി അക്ഷരങ്ങളിൽ അവൾ ഇടത്തെ വിരൽ ഓടിച്ചുകൊണ്ട് വലത്തെ കൈകൊണ്ട് അതിന് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചിത്രകാരൻ എങ്ങനെയാണോ ചിത്രത്തെ വരയ്ക്കുന്നത് അതുപോലെ അവൾ വരയ്ക്കുകയാണ്. ക്രമേണ അവൾ എല്ലാ വാക്കുകളും അക്ഷരങ്ങളും ഹൃദിസ്ഥമാക്കാൻ തുടങ്ങി. പഠിക്കണമെന്നുള്ള ആഗ്രഹം അവൾക്കുണ്ടായി. ഇതിനിടയ്ക്ക് പെർക്കിൻസ് സ്ഥാപനവുമായി ഒന്ന് പിണങ്ങേണ്ടി വന്നു. കാരണം വേറൊന്നുമല്ല, ഹെലൻ എഴുതിയ ഒരു കഥയെന്നും പറഞ്ഞ് പെർക്കിൻസ് സ്ഥാപനത്തിന് കഥ ഏൽപ്പിച്ചു. അവരത് പ്രസിദ്ധീകരിച്ചു. പക്ഷേ അത് ഹെലൻ മനസ്സിലാക്കിയിരുന്നൊരു കഥ അവൾ പകർത്തിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടായപ്പോൾ മൈക്കിൾ ഇവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഹെലനും ആനിയും പെർക്കിൻസ് സ്ഥാപനത്തിൽ നിന്ന് പുറത്തായി. അവളുടെ പഠനം മുടങ്ങി. വഴി അന്വേഷിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കോളേജ് അധ്യാപകൻ അവരെ സഹായിക്കാനായിട്ട് വരികയാണ്. അദ്ദേഹം ഒരു ലേഡീസ് ജേണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ വരും. അതിൻ്റെ പത്രാധിപരുമായി ബന്ധപ്പെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഹെലൻ്റെ പഠനം വളരെ മുന്നോട്ട് നീങ്ങി. 1924 ഹെലൻ്റെ 24-ാമത്തെ വയസ്സിൽ അവൾ ബിരുദം നേടി. പിന്നെ അവളുടെ ജീവിതം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയത്. അവളുടെ പുസ്തകങ്ങൾക്കായി ആളുകൾ കാത്തിരിക്കുകയാണ്. അവളുടെ ലേഖനങ്ങൾക്കായി ആളുകൾ കാത്തിരിക്കുകയാണ്. അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലേക്കും ഇതര ഭാഗങ്ങളിലേക്കും അവളുടെ പ്രശസ്തി വ്യാപിക്കുന്നു. ലോകം ചുറ്റി സഞ്ചരിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം വരുന്നു. സ്വന്തം ജീവിതകാലത്ത് 39ഓളം രാജ്യങ്ങൾ ഹെലൻ സന്ദർശിച്ചു. അന്ധയും ബധിരയുമായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്രയും ശ്രമകരമായൊരു ജീവിതം കെട്ടിപ്പടുത്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ ഹെലൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത് ആനി സള്ളിവൻ തന്നെയായിരുന്നു. ആനി സള്ളിവൻ്റെ ജീവിതം പക്ഷേ ദുരിതപൂർണമായിരുന്നു. അവളുടെ 8-ാം വയസ്സിൽ തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ വലിയൊരു മദ്യപാനിയായിരുന്നു. അനിയനെയും ആനിയും ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ എവിടെയോ പോയി. അവൾ പെർക്കിൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെത്തുന്നത് അങ്ങനെയാണ്.
അവിടെയാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഹെലൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഹെലനോടൊപ്പമുള്ള ജീവിതം ഒരു നിമിഷം പോലും അവൾക്ക് വിശ്രമിക്കാനുള്ളതായിരുന്നില്ല. ഹെലനെ നിരന്തരം പ്രചോദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനിടയ്ക്ക് ആനി ഒരു വിവാഹം കഴിച്ചു, ജോൺ മസി എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായി. കാലം ഏറെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആ ബന്ധം പിരിയുകയാണ് ഉണ്ടായത്. ഹെലൻ പലതവണ ആ മനുഷ്യന് കത്തെഴുതിയിട്ടും അയാൾ തിരിച്ചു വരാനായിട്ട് തയ്യാറായില്ല. ആനി ഏറെ ദുഃഖിതയായിരുന്നു. ആനിയുടെ മരണം 1936 ഒക്ടോബർ മാസം 20-ാം തീയതിയായിരുന്നു. തൻ്റെ ടീച്ചറുടെ നഷ്ടം ഹെലന് താങ്ങാനാവാത്ത വേദനയാണ് സമ്മാനിച്ചത്. എങ്കിലും അവർ തൻ്റെ ജീവിതം തുടർന്നു. നിന്റെ സാധാരണ വൈകല്യങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റാത്തത് അത് ദൈവത്തിന് അസാധ്യമായതിനാലല്ല. പിതാവിൻ്റെ വാക്കുകൾ അവളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. അനുദിനം ദൈവത്തിൻ്റെ സ്നേഹം അവൾ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ തുടങ്ങി. ഒടുവിൽ തൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൾ എഴുതി: നിങ്ങളുടെ വിശ്വാസം ശക്തിയോടും പ്രകാശത്തോടും കൂടി ജ്വലിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിൽ നിന്ന് തങ്ങളുടെ തിരികൾ തെളിക്കാനാകും. ലോകപ്രശസ്തയായി, അമേരിക്ക കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു ശബ്ദമായി, ശക്തിയായി ഹെലൻ വളർന്നു. ഇങ്ങനെ സ്വന്തം കുറവുകളെ വിജയത്തിനുള്ള ഉപാധിയാക്കി മാറ്റി, ഉപകരണമാക്കി മാറ്റിയ പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസ് നിങ്ങൾക്കറിയാം, വിഖ്യാതനായ ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ബ്രിട്ടീഷുകാരനാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കണ്ടുപിടുത്തങ്ങളായിരുന്നു. വിഖ്യാതമായ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ഒടുവിൽ നാഡികളെ ബാധിക്കുന്ന ഒരു രോഗം ബാധിച്ച് ശരീരം മുഴുവൻ തളർന്നു. എങ്കിലും ജീവിതാവസാനം വരെ ആ മനുഷ്യൻ പോരാടുകയായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് A+ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും A+. തൻ്റെ മകൻ പിന്നോട്ട് പോകാൻ പാടില്ല. A ഗ്രേഡിൽ നിന്നവൻ B ഗ്രേഡിലോട്ട് വന്നാൽ എന്തോ വലിയ നാണക്കേടാണ്. സമ്പത്തില്ല, വലിയ വീടുകളില്ല, വലിയ കാറുകളില്ല. നമ്മുടെ പരാതികളും കുറവുകളും ഏറെയാണ്, അല്ലേ? എല്ലാം ഉണ്ടായിട്ടും, എല്ലാ പൂർണ്ണതയുണ്ടായിട്ടും നമുക്ക് എവിടെ എത്താൻ കഴിഞ്ഞു? പൂർണ്ണരെന്ന് പറഞ്ഞാൽ പോരാ, ആ പൂർണ്ണതയെ ഗുണപരമായി ഉപയോഗിക്കാനുള്ള കഴിവ് കൂടി നമുക്കുണ്ടാവണം. ഹെലൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാം എത്രയോ നിസ്സാരന്മാരാണ്. ഹെലൻ ജീവിതത്തിൽ അടങ്ങിയിരുന്നില്ലല്ലോ. അവളെപ്പോലെ ന്യൂനതകൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് അവൾ നടത്തുന്നത്. ഈ അന്ധരും ബധിരരും മൂകരുമായിട്ടുള്ള ആളുകൾക്ക് സ്കൂളുകൾ സ്ഥാപിക്കാൻ ഗവൺമെൻറ്റിനോട് പലതവണ അഭ്യർത്ഥിക്കുന്നു, സ്കൂളുകൾ സ്ഥാപിച്ചു കൊടുക്കുന്നു. അവർക്ക് ആവശ്യമായ തൊഴിൽശാലകൾ സ്ഥാപിച്ചു കൊടുക്കുന്നു. അവരെ കരകൗശല വിദ്യകൾ പഠിപ്പിക്കുന്നു. ഗർഭിണികളായ സ്ത്രീകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തി അത് സാധ്യമാക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉള്ള ശ്രമങ്ങൾ ഹെലൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത, ചുറ്റും ഇരുട്ട് മാത്രമുള്ള ഒരു ജീവിതമാണ് ലോകത്തിലെ മറ്റുള്ളവർക്കെല്ലാം പ്രകാശമായി തീരുന്നത്. ഇങ്ങനെ എത്രയോ ജീവിതങ്ങളുണ്ട്. 1968 അവർ മരിക്കുന്നത് വരെ തൻ്റെ ജീവിതം മുഴുവൻ ഈ വൈകല്യമുള്ളവർക്കും പ്രത്യാശ നശിച്ചവർക്കുമൊക്കെയായിട്ട് വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇത് വിജയിച്ചവൻ്റെ പുസ്തകമെന്നല്ല നമ്മൾ പറയേണ്ടത്, പരാജിതർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമെന്നാണ് പറയേണ്ടത്. ഹെലൻ വിജയിച്ചു. ഹെലനെ പോലെ വിജയിക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല. ഹെലൻ ഇതിനിടയ്ക്ക് ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ന്യൂനതകൾ സംഭവിക്കുന്നത്? ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നതാണോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണം പോലും
ഹെലൻ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്താൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ന്യൂനതയുള്ള കുട്ടികൾ ഭൂമിയിൽ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പൂർണ്ണരായ കുട്ടികളെ മാതാപിതാക്കൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമഫലങ്ങൾ കൂടി അവൾ നടത്തുന്നുണ്ട്. ഹെലന്റെ കഥ ഏവരെയും പിടിച്ചുകുലുക്കുന്നതായിരുന്നു. ഈറനണിയുന്ന പ്രേക്ഷകരുടെ കണ്ണിലേക്ക് നോക്കി ആനി പറയും, ഈ കണ്ണീർ നിങ്ങളുടെ ജീവിതമായി മാറട്ടെ. തളരാതെ പോരാടുവാനുള്ള ഊർജം ലഭിക്കുന്നതിന് ഉപ്പുരസമുള്ള ഈ കണ്ണുനീർ നിങ്ങൾ കുടിക്കണം. നിക്കോളാസ് വൂയിജിക്കിന്റെ ജീവിതം കൂടി നാം മനസ്സിലാക്കിയിരിക്കണം. അമേരിക്കൻ ഓസ്ട്രേലിയൻ ദമ്പതികളായ 2 സുവിശേഷ പ്രവർത്തകർക്ക് ജനിച്ച മകനാണ് വൂയിജിക്ക്. ലോകത്തുള്ള സകല മനുഷ്യർക്കും ആത്മീയ ആനന്ദം ലഭിക്കുന്നതിനും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മറന്ന്, പ്രതിസന്ധികൾ മറന്ന് പ്രത്യാശയുടെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനും നിരന്തരം സമയം ചെലവഴിച്ചിരുന്നവരായിരുന്നു വൂയിജിക്കിൻ്റെ മാതാപിതാക്കൾ. പക്ഷേ അവർക്ക് ജനിച്ച കുട്ടി കൈകാലുകളില്ലാതെയാണ് ജനിക്കുന്നത്. അവർ ദൈവത്തോട് സങ്കടം പറഞ്ഞു, ഇത്രയും മഹത്തായ കാര്യങ്ങൾ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വൈകല്യമുള്ളൊരു കുട്ടിയെ തന്നതെന്ന് അവരാകെ നിരാശരായിരുന്നു. പക്ഷേ വൂയിജിക്ക് അടങ്ങിയിരുന്നില്ല. വൂയിജിക്കിന് സാധാരണ മനുഷ്യൻ ചെയ്യുന്നതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അവനത് ചെയ്തു. ഇന്ന് ലോകത്തെ മുഴുവൻ പ്രത്യാശാഭരിതമാക്കുന്ന പ്രസംഗങ്ങളുമായി നടക്കുകയാണ് വൂയിജിക്ക്. അമേരിക്കയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം പന്ത് കളിക്കും, പാചകം ചെയ്യും, നീന്തും, കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ഒന്നിനും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. നിരന്തരമായ പരിശീലനത്തിനൊടുവിൽ അദ്ദേഹം അത് നേടുകയാണ് ചെയ്യുന്നത്. നമ്മളെ സഹായിക്കാനും സഹാനുഭൂതിയോടെ നമ്മോട് ചേർന്ന് നിൽക്കുവാനും ആളുകളുണ്ടെങ്കിൽ, ആത്മവിശ്വാസം പകർന്നു തരാൻ ആളുകളുണ്ടെങ്കിൽ ഏത് കുറവുകളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആത്മവിശ്വാസത്തെ ഊതിക്കാച്ചിയെടുക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ പറയുകയാണ്, ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകണം. A+ ജീവിതമെന്ന് പറഞ്ഞാൽ എല്ലാം ലഭിക്കുന്ന, പ്രതീക്ഷിക്കുന്നതെല്ലാം, സ്വപ്നം കാണുന്നതെല്ലാം ലഭിക്കുന്ന ഒരു ജീവിതമല്ല. മറിച്ച് പരിശ്രമങ്ങളിലൂടെ, വീഴ്ചകളിലൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് നാം നേടേണ്ട മനോഹരമായ ഒരു ജീവിതമാണ്. അതാണ് നമുക്ക് ഹെലൻ കെല്ലറും സ്റ്റീവൻ ഹോക്കിൻസും നിക്കോളാസ് വൂയിജിക്കും ജെസിക്ക കോക്സും ഒക്കെ കാണിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. അവരെ പുനരധിവസിപ്പിക്കാനോ, അവർക്കൊരു സഹായം ചെയ്യാനോ, അവർക്കൊരു സ്കൂളിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്താനോ, അമ്മമാരുടെ ആരോഗ്യ സംരക്ഷണത്തിനോ ഒക്കെ ആയിട്ട് നമുക്കും പ്രവർത്തിക്കാവുന്നതാണ്. 88 വർഷം ബധിരയും മൂകയുമായി ജീവിച്ച ഒരു സ്ത്രീക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ കാഴ്ചയുള്ള, കേൾവിശക്തിയുള്ള, ആരോഗ്യമുള്ള നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. നാം ലോകത്തെ എങ്ങനെ കാണുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ കാണുന്നു, നമ്മുടെ സഹജീവികളെ എങ്ങനെ കാണുന്നു, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നല്ല കണ്ണിലൂടെ, നേരായ കണ്ണിലൂടെ, സത്യത്തിൻ്റെ കണ്ണിലൂടെ, സഹതാപത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് ലോകത്തെ കാണാം. വെറുപ്പിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കണ്ട് വിലയിരുത്താം. കരഞ്ഞാലും ചിരിച്ചാലും മരിക്കും എന്നുണ്ടെങ്കിൽ ചിരിച്ച് മരിക്കുന്നതല്ലേ നല്ലത്? ചിരിയുടെ ആരോഗ്യം കൂടി നമുക്ക് കിട്ടും. നിങ്ങളത് മനസ്സിലാക്കണം. ഒരു സ്പാനിഷ് പഴമൊഴിയുണ്ട്, ഒരു മുടിത്തുമ്പിന് പോലും ഒരു നിഴൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. നിങ്ങളുടെ ഒരു മുടിത്തുമ്പെടുത്തൊരു നിഴലിലേക്ക്, ഒരു വെളിച്ചത്തിലേക്ക് പിടിച്ചാൽ അതൊരു നിഴലുണ്ടാക്കാൻ കഴിയും. ഒരു കല്ല്, ചെറിയൊരു കല്ലിന് പ്രശാന്തമായ കുളത്തിൽ അനേകം ചെറിയ അലകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഉയർന്ന തലയും തലച്ചോറുമുള്ള നമ്മളെ സംബന്ധിച്ച്, പൂർണ്ണതയുള്ള നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് അത്ഭുതങ്ങൾ നടത്തിക്കൂടാ? പക്ഷെ അതിന് പിന്നിലൊരു പരിശ്രമം വേണം.
അതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ മാനസിക ബലം വേണം. ഏത് എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പാതയിൽ, സത്യത്തിൻ്റെ പാതയിൽ, സഹതാപത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് കരയുന്നവനെ ആശ്വസിപ്പിക്കാനും ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനും നമുക്ക് കഴിയണം. അവിടെ നമ്മുടെ മറ്റ് എന്ത് പ്രതിസന്ധികളും നമുക്ക് മറ്റ് ജീവിതത്തിലുണ്ടാകുന്ന മറ്റൊന്നും അതിന് തടസ്സമല്ല, തടസ്സമാകരുത്. തടസ്സമാകാതിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. അധ്യായം 37. കൂട്ടുകാരോടൊരു കാര്യം. കണ്ണും കാതുമില്ലാതെ ലോകം കീഴടക്കിയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളെപ്പോലെ വായിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒരു ടീച്ചറും പഠിപ്പിക്കുന്നത് കേൾക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചില്ല. എന്നിട്ടും 12 പുസ്തകങ്ങളും അനേകം ലേഖനങ്ങളും അവൾ എഴുതി. കണ്ണു കാണാതെ അവൾ 39 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഹെലൻ കെല്ലർ എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ ജീവിതവും ഒരു വിജയമാകണം. അതിനായി കഠിനമായി അധ്വാനിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം. ഒരു പ്രതിസന്ധിക്ക് മുന്നിലും തളർന്നിരിക്കരുത്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അവളുടെ ടീച്ചറിന് എഴുതിയ പുസ്തകം കത്തിപ്പോയത് നിങ്ങൾ വായിച്ചില്ലേ? അപ്പോൾ ഹെലൻ എന്താണ് ചെയ്തത്? വീണ്ടും വർഷങ്ങളോളം എടുത്ത് അത് പൂർത്തിയാക്കി. പരാജയമുണ്ടായാൽ വീണ്ടും വീണ്ടും നിങ്ങൾ പരിശ്രമിക്കണം. കണ്ണ് കാണുവാനും കാത് കേൾക്കുവാനും സാധിക്കാത്ത ഹെലന് ഇത്രയും ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിലുമധികം ചെയ്യുവാനാകും. അതിന് ഈശോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.